सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം, നമസ്കാരം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഹരിനാമ കീർത്തനം പഠനം പുനരാരംഭിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 29ാമത്തെ ശ്ലോകം മുതലാണ്. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഇവിടെ വരെ നമ്മൾ കണ്ടത് തൊട്ടു മുമ്പുള്ള ശ്ലോകങ്ങളിൽ ബ്രഹ്മാവ് പോലും അങ്ങയുടെ മഹാമായയിൽ പെട്ടുപോയ ഒരു കഥ ഭാഗവത്തിൽ നിന്നും നമുക്ക് പറഞ്ഞു തരികയായിരുന്നു എഴുത്തച്ഛൻ ചെയ്തത്. എന്നെ ആ മോഹമായയിൽ പെടുത്താതെ അങ്ങ് തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതിനു മുമ്പ് മറ്റൊരു കഥയും പറഞ്ഞിരുന്നു. എങ്ങനെയാണോ കൊതുകുകളും കൃമികളും പുഴുകളും ഈ തങ്ങൾക്കിഷ്ടപ്പെട്ട ആഹാര പദാർത്ഥത്തിൻ്റെ പുറകെ വട്ടമിട്ട് കറങ്ങുന്നത്, അതുപോലെ എന്നെ ഈ മോഹമാകുന്ന മായയിൽപ്പെട്ട് കറക്കരുതേ ഭഗവാനെ, ഞാൻ എന്നെ അതിൽ നിന്നും രക്ഷിക്കണേ എന്നായിരുന്നു മുമ്പുള്ള ശ്ലോകങ്ങളിൽ എഴുത്തച്ഛൻ പ്രാർത്ഥിച്ചത്. ഇനി എന്തെല്ലാം പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് നോക്കാം. 29ാമത്തെ ശ്ലോകം. അപ്പാശവും വടിവുമായി കൊണ്ട അജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടൊരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നത തടുത്തൊരു നാൾ വരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമ എന്നാണ്. ഒന്ന് പാരായണം ചെയ്യാം. അപ്പാശവും വടിവുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നത തടുത്തോരു നാൾ വരെയും അപ്പോലെ നൗമി ഹരി നാരായണായ നമ. അപ്പാശവും വടിവുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നത തടുത്തോരു നാൾ വരെയും അപ്പോലെ നൗമി ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പാശവും വടിവുമായി, അതായത് യമപാശം, അതാണ് അപ്പാശം. യമപാശവും വടിയും ദണ്ഡും വഹിച്ചുകൊണ്ട് അജാമിളനെ, അതായത് അജാമിളൻ്റെ അല്ലേ, ഭാഗവതം 6ാം സ്കന്ധത്തിലാണ് അജാമിളൻ ഉപാഖ്യാനം, അജാമിളൻ്റെ കഥ വരുന്നത്. മുൽപ്പാടു ചെന്ന്, മുന്നിൽ ചെന്നിട്ട് കയറിട്ടൊരു കിങ്കരനെ, കാലപാശം കൊണ്ട് കെട്ടിയ കിങ്കരന്മാരെ, അതാണ് ആദ്യത്തെ വരികളുടെ അർത്ഥം. അപ്പാശവും വടിവുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നത മുന്നിട്ടു ചെന്ന് തടുത്തോരു നാൾ വരെയും, തടുത്ത
നാൽവരെയും 4 പേരെയും, അതായത് തടുത്ത 4 വിഷ്ണുദൂതന്മാരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമ, അതുപോലെ ഞാൻ നമസ്കരിക്കുന്നു. നൗമി നാരായണായ നമ, ഞാൻ അങ്ങയെ അതുപോലെ നമസ്കരിക്കുന്നു ഭഗവാനെ എന്ന് പറയുകയാണ്. ഇവിടെ കാലപാശം അല്ലേ, പ്രസിദ്ധമാണ്. കാലപാശവും ദണ്ഡും ധരിച്ചുകൊണ്ട് അജാമിളൻ്റെ മുന്നിൽ ചെന്ന് അയാളെ കെട്ടി യമലോകത്തേക്ക് കൊണ്ടുപോകാൻ കയറിട്ട യമകിങ്കരന്മാരെ മുന്നിട്ട് ചെന്ന് തടുത്ത 4 പേരുണ്ടായിരുന്നു. അത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പാർഷദന്മാരായ ആ 4 പേരെയും ഞാൻ അപ്രകാരം നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധത്തിലെ ആചാര്യൻ തന്നെ വിവരിക്കുന്നുണ്ട് അജാമിളൻ്റെ കഥ. അതിവിടെ എഴുത്തച്ഛൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. ആ കീർത്തനത്തിൽ സൂചിപ്പിക്കുന്നത് കഥ ഇങ്ങനെ സംഗ്രഹിച്ച് നമുക്കൊന്ന് നോക്കാം. മുമ്പ് കന്യാകുബ്ജത്തിൽ അജാമിളൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. സുന്ദരിയായ ഒരു വേശ്യയായി അയാൾ പരിചയപ്പെട്ടു. അവളിൽ ആസക്തി ഉണ്ടായി തൻ്റെ ധർമ്മങ്ങൾ മറന്നു ജീവിതം കഴിച്ചു വന്നിരുന്നു അജാമിളൻ. തൻ്റെ പൂർവജന്മം എന്തെന്നോ തൻ്റെ കടമകൾ എന്തെന്നോ ധർമ്മം എന്തെന്നോ മറന്ന് ജീവിച്ചിരുന്നു. തൻ്റെ പാപങ്ങൾ രൂപം പൂണ്ടതുപോലെ അവളിൽ അയാൾക്ക് മക്കളുമുണ്ടായി. കാലം കഴിയുന്തോറും മക്കളുണ്ടായി. ഭാര്യയെയും മക്കളെയും പോറ്റാൻ പക്ഷികളെ കെണിവെച്ചു പിടിക്കുക, മൃഗങ്ങളെ വേട്ടയാടുക തുടങ്ങിയ ആസുരിക പ്രവൃത്തികളിലെല്ലാം ഏർപ്പെട്ടു ഇദ്ദേഹം. ദാരിദ്ര്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നപ്പോൾ ഈ പക്ഷികളെ വേട്ടയാടുന്നത് മാറ്റി അദ്ദേഹം എന്ത് ജോലിയിലേക്ക് ഏർപ്പെട്ടു? മോഷണവും പിടിച്ചുപറിയും നടത്തി. ഇങ്ങനെ കാലമേറെ കഴിഞ്ഞു. 88 വയസ്സാകുന്നത് വരെ ഇങ്ങനെ അദ്ദേഹം ഈ അസുരപ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ കാലമേറെ കഴിഞ്ഞ് അദ്ദേഹം എന്തു ചെയ്തു? ശരീരത്തിന് ശക്തിയൊക്കെ നശിച്ചു. അപ്പോൾ കാലദൂതന്മാർ അയാളെ യമലോകത്തേക്ക് കൊണ്ടുപോകാനെത്തി. അപ്പോൾ ഈ യമലോകത്തിൽ നിന്ന് വരുന്ന യമധർമ്മരാജാവിൻ്റെ ദൂതന്മാരുടെ കയ്യിൽ, യമധർമ്മരാജാവിൻ്റെ കയ്യിലും എപ്പോഴും എന്തുണ്ടായിരിക്കും? പാശവും ദണ്ഡും ഉണ്ടായിരിക്കും. എപ്പോഴാണോ നമ്മുടെ കാലം കഴിയുന്നത്, ആ ശരീരവാസം കഴിയുന്ന അപ്പോൾ ഈ പാശത്തെ ബന്ധിച്ചുകൊണ്ട് പാശം കൊണ്ട് ബന്ധിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുമെന്നാണ് നമ്മളുടെ നീതിശാസ്ത്രമൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പാശവും ദണ്ഡവും ആയുധമായുള്ള യമകിങ്കരന്മാർ ഈ അദ്ദേഹത്തിന് അജാമിളനെ യമപാശം കൊണ്ട് കെട്ടി അടിക്കാനായി ദണ്ഡമിങ്ങനെ ഓങ്ങുകയാണ്. അപ്പോൾ അജാമിളൻ എന്തു കഴിഞ്ഞു? ഭയന്ന് വിറച്ച അജാമിളൻ തൻ്റെ ഇളയ മകനെ വിളിച്ചു. നാരായണൻ എന്നാണ് ആ മകന് പേരിട്ടത്. നാരായണ നാരായണ എന്നെ രക്ഷിക്കൂ, എനിക്ക് മറ്റാരുമില്ല എന്ന് അജാമിളൻ മകനെ വിളിച്ചു കരഞ്ഞു. അപ്പോൾ നാരായണ എന്ന ശബ്ദം ഉച്ചരിച്ചതോടെ 4 വിഷ്ണുദൂതന്മാർ അവിടെ എത്തി. വിഷ്ണുവിൻ്റെ രൂപവും ആയുധവുമുള്ള അവർ പാശത്തിൽ നിന്നും അജാമിളനെ മോചിപ്പിച്ചു. യമഭടന്മാരെ ശാസിച്ചകറ്റി. അജാമിളൻ്റെ പാപകർമ്മങ്ങൾ എണ്ണിപ്പറഞ്ഞ് മഹാപാപിയായ ഇവനെ യമസന്നിധിയിൽ എത്തിക്കണമെന്ന് വാദിച്ച യമദൂതന്മാരോട് വിഷ്ണുദൂതന്മാർ പറയുന്ന എഴുത്തച്ഛൻ വളരെ മനോഹരമായി തൻ്റെ ഭാഗവത കിളിപ്പാട്ടിലെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ യമദൂതന്മാരിൽ നിന്നും രക്ഷപ്പെട്ട അജാമിളൻ തൻ്റെ പ്രവൃത്തികളിൽ പശ്ചാത്തപിച്ചു വിരക്തനായി ഗംഗാതടത്തിൽ വിഷ്ണുപാദ സേവയിൽ മുഴുകി എന്നാണ് പറയുന്നത്. ശ്രീനാരായണൻ്റെ ആജ്ഞ അനുസരിച്ച് അജാമിളനെ രക്ഷിച്ച വിഷ്ണുദൂതന്മാർ വീണ്ടും അജാമിളൻ്റെ മുന്നിലെത്തി. ദിവ്യവിമാനത്തിൽ അവർ അജാമിളനെ കയറ്റി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി. ഭഗവത് ദർശനവും സാരൂപ്യമോക്ഷവും അജാമിളന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു അജാമിളന്. ഈ ഭാര്യ ഉണ്ടായതും മക്കളുണ്ടായതും അധർമ്മ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത് അദ്ദേഹം അജ്ഞാന ദിശയിൽ കണ്ട ഒരു സ്വപ്നമായിരുന്നു. അതിൽ നിന്നും
ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ അജ്ഞാനിയായിരുന്നാൽ എനിക്ക് ഇതായിരിക്കും ഗതി. അങ്ങനെ അതിൽ നിന്നും ഈ മോഹത്തിൽ നിന്നും ഉണർന്ന് അദ്ദേഹം വിഷ്ണുവിനെ തപസ് ചെയ്തു. അങ്ങനെ അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് ആനയിക്കപ്പെട്ടു വിഷ്ണുദൂതന്മാർ എന്നാണ് പറയുന്നത്. അങ്ങനെ അജാമിളന് സാരൂപ്യമോക്ഷം ലഭിച്ചു എന്ന് പറയുന്നു. ഈ മുൻ ശ്ലോകത്തിൽ മായയിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ഭഗവത് പാദങ്ങളെ നമസ്കരിച്ച ആചാര്യൻ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ദൂതന്മാരെയും അപ്രകാരം നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവത് ഭക്തന്മാർ ഭഗവാൻ തന്നെയാണ് എന്ന സങ്കല്പം. വിഷ്ണു പാർഷദന്മാർ ഭക്തിപൂർവമായ ആരാധന കൊണ്ട് ഭഗവാന്റെ സാരൂപ്യം നേടിയവരാണ്. അവരെയും ഇവിടെ എഴുത്തച്ഛൻ ഈ ശ്ലോകങ്ങളിൽ നമസ്കരിക്കുക. 29ാമത്തെ ശ്ലോകത്തിൽ അവരെയും നമസ്കരിക്കുന്നു. വിഷ്ണു പാർഷദന്മാർക്കു വിഷ്ണു ഭഗവാനും തമ്മിൽ ഭേദമില്ലതിനാൽ ഭഗവാനെ നമസ്കരിക്കുന്നത് പോലെ തന്നെയാണ് ഭഗവത് ഭൃത്യരെയും ആചാര്യൻ നമസ്കരിക്കുന്നു. അപ്രകാരം നമസ്കരിക്കുന്നതിന് അനുഗ്രഹിക്കണമേ ഹരേ നാരായണ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പാശവും വടിവുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപ്പൊക്കു ചെന്നത തടുത്തോരു നാൽവരെയും അപ്പോലെ നൗമി ഹരിനാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 30ാമത്തെ ശ്ലോകം. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവ അഗസ്ത്യേന നീബദ ശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമ. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീബദ ശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമ. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവ അഗസ്ത്യേന നീബദ ശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരി നാരായണായ നമ. അല്ലയോ നാരായണ ഹരി, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം. എന്തൊക്കെയാണ് ഇവിടെ നമസ്കാരത്തിൽ ചേർത്തിരിക്കുന്നത്? കഷ്ടം ഭവാനെ ഒരു പാണ്ഡ്യൻ ഭജിച്ചളവ് അഗസ്ത്യേന നീബദ ശപിപ്പിച്ചതെന്തിനിഹ. കഷ്ടം ദുഃഖം തന്നെ, ദുഃഖകരം തന്നെ. ഭവാനെ അങ്ങയെ ഒരു പാണ്ഡ്യൻ, പാണ്ഡ്യരാജാവായ ഇന്ദ്രദുമ്നൻ ഭജിച്ചപ്പോൾ അഗസ്ത്യേന അഗസ്ത്യ മഹർഷിയെ കൊണ്ട് നീബദ ശപിപ്പിച്ചതെന്തിനിഹ നിന്തിരുവടി ശപിപ്പിച്ചത് അത് എന്തിനായിരുന്നു? കഷ്ടമായിപ്പോയല്ലോ എന്ന് പറയുകയാണ്. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്ത്യേന നീബദ ശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെ. നക്രേണ മുതലയെ കൊണ്ട് കാൽക്ക് അധ കാലിൽ വീണ്ടും കടിപ്പിച്ചിട്ട് പിന്നെയും അത് ഓർക്കാവതല്ല, പിന്നെയും അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല അല്ലയോ നാരായണ എന്ന് പറയുകയാണ്. ഇവിടെ ഭാഗവത പുരാണത്തിലുള്ള ഗജേന്ദ്രമോക്ഷം എന്ന ഉപകഥയാണ് ആചാര്യൻ ഇവിടെ അനുസ്മരിക്കുന്നത്.
കഥാസംഗ്രഹം ആചാര്യൻ തന്നെ തൻ്റെ ഭാഗവതത്തിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പണ്ട് പാണ്ഡ്യാധിപതിയായ ഇന്ദ്രദുപ്നൻ എന്ന രാജപുത്രൻ ഉണ്ടായിരുന്നു. സദാ ഈശ്വര ആരാധനേതനായി കഴിഞ്ഞ ഈ ഇന്ദ്രദുപ്നൻ മലയ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ സമാധിസ്ഥനായി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുംഭസംഭവനായ അഗസ്ത്യമുനി അവിടെ എത്തി. മുനി വന്നത് സമാധിയിലിരുന്ന രാജാവ് അറിഞ്ഞില്ല. തന്നെ ധിക്കരിച്ച് മൗനമായി ഇരുന്നതാണെന്ന് ധരിച്ച് മുനി ഇന്ദ്രദുപ്നനെ കാട്ടാനത്തലവനായി തീരട്ടെ എന്നു ശപിച്ചു. താൻ ചെയ്തു പോയതു തെറ്റാണെന്നറിഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ നിന്നെ തൃക്കാൽക്കൽ കൊണ്ട് തലോടും, അപ്പോൾ നിനക്ക് സാരൂപ്യമോക്ഷം ലഭിക്കുമെന്നും അഗസ്ത്യമുനി അനുഗ്രഹിച്ചു എന്നാണ് ചുരുക്കം. ശാപശക്തി കൊണ്ട് മഥയാനയായി മാറിയ ഇന്ദ്രദുപ്നൻ ഒരു ആനക്കൂട്ടത്തിൻ്റെ നായകനായി തീർന്നു. കർമ്മലബ്ധമായ പുണ്യം കൊണ്ട് ആ ജീവിതത്തിൽ ഹരിഭക്തി ഈ ഇന്ദ്രദുപ്നൻ മറന്നില്ല. കാരണം എന്താ? പൂർവ്വശരീരത്തിൽ അദ്ദേഹം എപ്പോഴും ഭഗവാനെ സ്മരിക്കുകയും ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ആനയായി മാറിയെങ്കിലും പല തീർത്ഥസ്നാനങ്ങളും സന്ദർശിച്ച് ഈ ഗജേന്ദ്രൻ ചിത്രകൂടത്തിലെത്തി ഒരിക്കൽ. അവിടെയുള്ള ഹൃദുമത് എന്ന ഉദ്യാനത്തിലുള്ള പുഷ്കരണിയിൽ മറ്റുള്ള ആനകളോടൊപ്പം ഇറങ്ങിയ ഗജേന്ദ്രൻ്റെ കാലിൽ ഒരു മുതല കടിച്ചു. മറ്റാനകളുടെ സഹായത്തോടെ പരിശ്രമിച്ചിട്ടും മുതലയുടെ പിടിവിടർത്താനോ മുതലയെ കരയിലേക്ക് വലിച്ചു കയറ്റാനോ ഗജേന്ദ്രന് കഴിഞ്ഞില്ല. ഒരു ആനയ്ക്കും കഴിഞ്ഞില്ല. അങ്ങനെ മറ്റാനകളൊക്കെ പോയി. ഈ ഗജേന്ദ്രൻ എന്ത് സംഭവിച്ചു? 1000 വർഷക്കാലം ശ്രമിച്ചിട്ടും മുതലയ്ക്ക് ആനയെ വലിച്ചു താഴത്താക്കാനോ, അതായത് ഈ തടാകത്തിലേക്ക് ആക്കാനോ ആനയ്ക്ക് മുതലയെ വലിച്ചു കയറ്റുവാനോ കഴിഞ്ഞില്ല. കാലം കൊണ്ട് ആന ക്ഷീണിച്ചു തളർന്നു. ഞാനെന്ന ഭാവം പോയി. ഗജേന്ദ്രൻ ഈശ്വര ധന്യനായി തീർന്നു. പുഷ്കരണിയിലുള്ള താമരപ്പൂക്കൾ പറിച്ച് അർച്ചിച്ച് ഭഗവാനെ ആരാധിച്ചു. ഭക്തൻ്റെ ദുഃഖമറിഞ്ഞ് ഈ 1000 വർഷം കാത്തിരിക്കുകയാണ്. വിഷ്ണു ഭഗവാൻ ഗരുഡാരൂഢനായി അവിടെ എത്തി എന്നാണ് പറയുന്നത്. ആനയെയും അതിൻ്റെ കാലിൽ കടിച്ചു കിടക്കുന്ന മുതലയെയും കരയിൽ കയറ്റി തൻ്റെ ചക്രം കൊണ്ട് മുതലയുടെ തല പിളർന്നു എന്ന് പറയുന്നു. ഹൂഹു എന്ന ഗന്ധർവൻ ശാപം കൊണ്ട് മുതലയായി തീർന്നു എന്നാണ് മുതലയുടെ കഥയും. ശാപമോക്ഷം ലഭിച്ച ഗന്ധർവൻ ഭഗവാനെ വന്ദിച്ചു സ്തുതിച്ചു പ്രസാദിച്ച് അനുഗ്രഹം നേടി സ്വർഗലോകത്തിലേക്ക് പോയി എന്നും പറയുന്നു. ഭഗവാന്റെ കരുണാകടാക്ഷം കൊണ്ട് ക്ഷീണിതനും ദുഃഖിതനുമായി മാറിയ ഗജേന്ദ്രൻ തൃക്കൈകൾ കൊണ്ട് ഭഗവാൻ തലോടി. ഭഗവത് സ്പർശം കൊണ്ട് ആ ആന ഭഗവത് സ്വരൂപിയായി തീർന്നു, വിഷ്ണു പാർഷദനായി മാറി എന്നാണ് ഗജേന്ദ്രൻ്റെ കഥ അവസാനിക്കുന്നത്. ഈശ്വര ഭജനത്തിൽ മുഴുകിയിരുന്ന രാജാവിന് ശാപമാണ് കിട്ടിയത്. അതോ നിഗ്രഹാനുഗ്രഹ ശക്തനും ഈശ്വരതുല്യനുമായ അഗസ്ത്യ മഹർഷിയിൽ നിന്ന്. ആനയായി തീർന്നിട്ടും ഭഗവാനോടുള്ള ഭക്തി കൈവിടാതെ ഇന്ദ്രദുപ്നന് മുതലയുടെ കടിയിൽപ്പെട്ട് 1000 വർഷം ദുഃഖം സഹിക്കേണ്ടതായി വന്നു. ഈ കഥയെ ഓർമ്മ വന്നപ്പോൾ എഴുത്തച്ഛൻ പറയാണ്, ഇത്രയും കഷ്ടത പരമഭക്തനായ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് ഓർക്കാൻ പോലും വിഷമകരം തന്നെ. ഇത്തരത്തിൽ ദുഃഖം അനുഭവിക്കാൻ ഇടവരുത്തരുതേ എന്ന അപേക്ഷ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. അപ്പോൾ എഴുത്തച്ഛനെ പോലെ പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ കെൽപ്പുള്ള ഒരു ജീവൻ മുക്തൻ ദുഃഖത്തിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ഒരു മടിയും കാണിക്കുന്നില്ല. ഭഗവാനെ എന്നെ രക്ഷിക്കണേ, ഭഗവത് ചിന്ത എനിക്ക്
എപ്പോഴും നൽകി എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കും ആ പ്രാർത്ഥന നടത്താവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമ്മൾക്കും പ്രാർത്ഥിക്കാം. ഏതു മായയും നമ്മളെ മോഹിപ്പിക്കും അല്ലേ? അത് എത്ര കാലങ്ങളെടുത്തെന്ന് വരും അതിൽ നിന്നും രക്ഷ നേടാൻ. അതുകൊണ്ട് ഭഗവാനെ ഈ മായയിൽപ്പെടാതെ എന്നെ രക്ഷിച്ചനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലുള്ളത്. നമുക്ക് ഇന്ന് പഠിച്ച 2 ശ്ലോകവും ഒരുമിച്ച് ചൊല്ലാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. അപ്പാശവും വടിവുമായി കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ മുൽപ്പുക്കു ചെന്നത തടുത്തോരു നാൾ വരെയും അപ്പോലെ നൗമി ഹരി നാരായണായ നമഃ. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്തേന നീബദ ശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽ കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം കാണാം. ഹരി ഓം.